അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന് പറയുന്ന മഹൽ രചനയിൽ ഈ കർമ്മശാസ്ത്ര ക്ലാസുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, നമ്മൾ അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി അത്തഹാറത്തു മിനൻ നജാസ, നജസുകളിൽ നിന്നുള്ള ശുദ്ധി വരുത്തൽ എന്ന ഭാഗം എന്ന ഷർത്ത് വിശദീകരിക്കവേ അദ്ദേഹം നജസുകളെ എണ്ണിയതാണ് ഇവിടെ മനസ്സിലാക്കി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, അൻ നജാസതു ബൗലുൻ വഗായിതുൻ വഗൈറു മഅകൂലിൻ വഖംറുൻ വകുല്ലു ഹയവാനിൻ മുഹറമിൻ ഫൗഖൽ ഹിർരി വജിൽദു കുല്ലി മൈതത്തിൻ വലാ യത്ഹുറു ബിദ്ദിബാഗ്. ഇതുവരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്, പഠിക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത്, വഅദ്മു കുല്ലി മൈതത്തിൻ ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി വആദമിയ്യിൻ. നജസുകളുടെ ഗണം അദ്ദേഹം എണ്ണവേ തുടർന്ന് പറയുന്നത്, വഅദ്മു കുല്ലി മൈതത്തിൻ, എല്ലാ ശവങ്ങളുടെയും അസ്ഥിയുമാകുന്നു. ശവങ്ങൾ അത് ഭക്ഷ്യയോഗ്യമായാലും അല്ലെങ്കിലും അതിൻ്റെ അസ്ഥി, എല്ല്, അത് നജസാകുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ എണ്ണുന്നത്. തുടർന്ന് അദ്ദേഹം ഒഴിവാക്കി പറയുന്നത്, ഗൈറ ഹയവാനി ബഹ്റിൻ, സമുദ്ര ജീവിയുടേതൊഴിച്ച്, ലാ യൻജുസു ബിമൗതിഹി, സമുദ്രജീവി ജീവൻ പോകുന്നത് കൊണ്ട് അത് നജസാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുവ തഹൂറു മാഉഹു വൽ ഹില്ലു മൈതതുഹു, സമുദ്രത്തിലെ വെള്ളം തഹൂറാകുന്നു, അതിലെ ശവം അനുവദനീയവുമാകുന്നു. അപ്പോൾ സമുദ്രജീവി ജീവനറ്റാൽ അത് നജസാവുകയില്ല. കാരണം സമുദ്രജീവികൾ ജീവനറ്റാലും അത് ഭക്ഷ്യയോഗ്യമാണ്, അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞു, വഅദ്മു കുല്ലി മൈതത്തിൻ, ഏതൊരു ശവത്തിൻ്റെയും അസ്ഥി, ശവം എന്ന് പറഞ്ഞാൽ ശർഈയായ നിലക്ക് അറുക്കപ്പെടാത്തത്, ജീവൻ പോക്കപ്പെടാത്തത്, അതൊക്കെയും മൈത്തത്തിൻ്റെ പരിധിയിലാണ് വീഴുക. അപ്പം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തത് മൈത്തത്തിൻ്റെ ഗണത്തിലാണ് പെടുക. അതേപോലെ വീണോ ഇടിച്ചോ കുത്തിപ്പരിക്കേറ്റോ ഒക്കെ ജീവൻ പോയത്, ശർഈയായ നിലക്കല്ലാതെ ജീവൻ പോയതൊക്കെയും നജസിൻ്റെ ഗണത്തിലാണ് പെടുക. അതിൻ്റെ എല്ലാം അസ്ഥി നജസാകുന്നു. ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി, സമുദ്രജീവിയുടേതൊഴിച്ച് അത് മരിക്കുന്നതോടുകൂടി നജസാവുകയില്ല. അതേപോലെ ആദമീയിൻ, ആദമീയിൻ എന്ന് പറഞ്ഞാൽ ഗൈറ ആദമീയിൻ എന്നർത്ഥം, മനുഷ്യൻ്റേതൊഴികെ, മനുഷ്യൻ മരിക്കുന്നതോടുകൂടി നജസാവുകയില്ല. ആ വിഷയത്തിൽ പ്രസിദ്ധമായ ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അൽ മുഅ്മിനു ലാ യൻജുസ്, അല്ലെങ്കിൽ ഇന്നൽ മുഅ്മിന ലാ യൻജുസ്, ഒരിക്കലും വിശ്വാസി നജസാവുകയില്ല എന്ന കാര്യം. അതേപോലെ മനുഷ്യർ മൊത്തം, വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മനുഷ്യർ നജസാവുകയില്ല. ബഹുദൈവ വിശ്വാസികളാകുന്ന പാപികൾ, അവരുടെ നജസ് എന്ന് പറഞ്ഞാൽ അത് ഹുക്മിയാണ്, കാൽപ്പനികമാണ്. അത് അവർ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും നജസാണ് എന്ന അർത്ഥത്തിലല്ല. ഏതായാലും ഗ്രന്ഥകാരൻ ഇവിടെ പറഞ്ഞു, വഅദ്മു കുല്ലി മൈതത്തിൻ ഗൈറ ഹയവാനി ബഹ്റിൻ ലാ യൻജുസു ബിമൗതിഹി വആദമീയിൻ. ഈ ആദമീയിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരണപ്പെട്ടാൽ മനുഷ്യൻ്റെ മയ്യിത്ത് നജസ് അല്ല എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ആ വിഷയം നമ്മൾ മനസ്സിലാക്കി. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജനാസ കൊണ്ടുവന്നപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളുടെ മുമ്പിൽ വെക്കുകയും അവർ അദ്ദേഹത്തിന് ജനാസ നമസ്കരിക്കുകയും ചെയ്ത വിഷയം ഇവിടെ പറയുകയുണ്ടായി. ചില പണ്ഡിതന്മാർ മരണപ്പെടുന്നതോടുകൂടി നജസാകും എന്ന വീക്ഷണം രേഖപ്പെടുത്തിയതിന് മറുപടി അനുസ്മരിക്കവേ, നമ്മുടെ ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത്, വ അമ്മൽ മുസീലു, എന്നാൽ മുസീൽ, ഇവിടെ
ഈ പ്രയോഗത്തിൻ്റെ ബന്ധം നമ്മൾ അത്തഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്ന് ശുദ്ധി വരുത്തൽ എന്ന ആ ഒരു ഷർത്ത് പറയവേ, രണ്ടാമത്തെ ഷർത്ത് പറയവേ, വഹിയ മുസ്തമിലത്തുൻ അല അർബഅത്തി അഷ്യ, ഈ അത്തഹാറത്തു മിനൻ നജാസ, നജസിൽ നിന്ന് ശുദ്ധി വരുത്തൽ 4 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. നജാസത്തുൻ, ഒന്ന് നജാസത്ത്, അതാണ് നമ്മളിവിടെ പറഞ്ഞത് ഏതൊക്കെയാണ് നജസ്സുകൾ എന്ന വിഷയം. പിന്നെ മുസീലുൻ, രണ്ടാമത് പറഞ്ഞു ഈ വിഷയം മുസീലിനെ ഉൾക്കൊള്ളുന്നു. മുസീൽ എന്ന് പറഞ്ഞാൽ നജസ് പോക്കുന്നത് എന്നാണ് അർത്ഥം. നജസ് പോക്കുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. രണ്ടാമത് ഈ വിഷയം ഉൾക്കൊള്ളുന്നത് മുസീലാണ്. വ അമ്മൽ മുസീലു, എന്നാൽ മുസീൽ എന്നാൽ ഫഹുവ, അത് കുല്ലുമൻ യുഹ്സിനുൽ ഇസാല, കുല്ലുമൻ യുഹ്സിനുൽ ഇസാല, ഇസാലത്ത് നന്നായി നിർവഹിക്കുന്നവൻ അല്ലെങ്കിൽ നന്നായി നിർവഹിക്കുന്നതെല്ലാമാണ്. ഇസാലത്ത് എന്ന് പറഞ്ഞാൽ ഇസാലത്തു നജാസ, നജസിനെ പോക്കൽ, നീക്കൽ. അപ്പം നജസിനെ നീക്കുന്ന, നജസിനെ പോക്കുന്ന, അത് നന്നായി പോക്കുന്നതാണ് യുഹ്സിനു, നന്നായി നജസിനെ വൃത്തിയാക്കുന്ന, പോക്കുന്ന എല്ലാം എന്താണ് അൽ മുസീൽ എന്ന പ്രയോഗത്തിൽ ഉദ്ദേശമാണ്. ഫഹു കുല്ലു മൻ യുഹ്സിനു അൽ ഇസാല എന്ന് പറയുമ്പോൾ അതിൽ ആളുകളുണ്ടാകാം, വ്യക്തികളല്ലാത്തവരും ഉദ്ദേശമാകാം. ഉദാഹരണമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ അയാളുടെ നമസ്കരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമസ്കരിക്കുന്നവൻ്റെ മേനി, നമസ്കരിക്കുന്നവൻ്റെ വസ്ത്രം അതിൽ നജസുണ്ട് എങ്കിൽ അതിനെ പോക്കണം. അപ്പോൾ ഒരു മുതിർന്ന വ്യക്തിയാണ്, അയാൾക്കത് പോക്കാൻ കഴിയും, കഴുകി അല്ലെങ്കിൽ മണ്ണിലൊരച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗേന, എങ്കിൽ അയാൾ മുസീലാണ്. ഇനി പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി നജസ് കണ്ട്, ചെറുപ്രായക്കാരൻ നജസ് കണ്ട്, അയാൾ ആ നജസിനെ അല്ലെങ്കിൽ ആ കുട്ടി നജസിനെ പോക്കി, വൃത്തികേട് കണ്ടപ്പോൾ വൃത്തിയാക്കി. ചെറിയ കുട്ടിയാണ്, നജസ് പോവുകയും ചെയ്തു. ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയ്യത്തില്ല, നജസ് പോയി ശുദ്ധി വരുത്തി വിഭാഗത്ത് നിർവഹിക്കാനാണെന്നുള്ള ബോധമല്ല. പക്ഷേ എന്നാലും നജസ് പോയിട്ടുണ്ട് എങ്കിൽ അതും അമ്മൽ മുസീൽ എന്നതിൻ്റെ ആ ഒരു ആശയത്തിൽ ഉൾപ്പെടും. ഫഹുവ കുല്ലു മൻ യുഹ്സിനുൽ ഇസാല. ഇനി ആളല്ല, വ്യക്തിയല്ല, പിന്നെയോ ഒരാൾ അയാളുടെ പാദരക്ഷയിൽ നജിസായി, അയാൾക്കറിയില്ല, അയാൾ നടന്നു, മണ്ണിൽ നടന്നു, ആ നടത്തത്തിൽ അയാളുടെ നജസ് പോയി. ആ നജസിനെ വൃത്തിയാക്കിയത് മണലാണ്, അയാൾ അറിഞ്ഞിട്ടേ ഇല്ല. നജസിൻ്റെ അടയാളമൊന്നും ശേഷിക്കാത്ത വിധം ശുദ്ധിയായിട്ടുണ്ട് എങ്കിൽ അത് ഈ മുസീൽ എന്ന പ്രയോഗത്തിൽ ഉദ്ദേശമാണ്. വഅമ്മൽ മുസീലു ഫഹുവ കുല്ലു മൻ യുഹ്സിനുൽ ഇസാല. ഇതേപോലെ വസ്ത്രത്തിൽ നജസായി, വെള്ളം നനഞ്ഞു, വെള്ളം നന്നായി കൊണ്ടു, നജസ് നീങ്ങി, നജസ് പോയി എങ്കിൽ അത് മതി. വഅമ്മൽ മുസീലു, നജസ് പോക്കുന്നവൻ, ഫഹുവ കുല്ലു മൻ യുഹ്സിനുൽ ഇസാല, നജസിനെ നന്നായി പോക്കുന്ന എല്ലാമാണ് എന്നതിൽ ഈ പറയപ്പെട്ട വെള്ളവും ഉൾപ്പെട്ടു. പ്രധാനം ഇസാലത്ത് നന്നാവുക എന്നുള്ളതാണ്. നജസ് നീങ്ങലും നജസ് പോകലും അത് നന്നാവുക, കൃത്യമാവുക, വെടുപ്പാവുക എന്നുള്ളതാണ്. അങ്ങനെ നജസിനെ പോക്കുന്നത് എന്താവട്ടെ, നജസിനെ പോക്കുന്നവൻ ആരാകട്ടെ, അതൊക്കെയും വഅമ്മൽ മുസീൽ എന്ന ആ ഒരു പ്രയോഗത്തിൽ ഉൾപ്പെടും. വഅമ്മൽ മുസാലു ബിഹി ഫൽമാഉ ത്വഹൂറു വമഅ തുറാബി ഫിൽ കൽബി വൽ ഖിൻസീരി വൽ അഹ്ജാറു ഫിൽ ഇസ്തിജ്മാരി ഖാസതൻ. ഇതാണ് തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത്. വഅമ്മൽ മുസാലു ബിഹി, എന്നാൽ അൽ മുസാലു ബിഹി എന്ന് പറഞ്ഞാൽ അത്തഹാറത്ത് മിനൻ നജാസ 4 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ആ 4 കാര്യങ്ങളിൽ നജാസത്തുൻ, നജസ്സുകൾ നമ്മൾ പറഞ്ഞു. വ മുസീലുൻ, നജസിനെ പോക്കുന്നവൻ എന്നത് നമ്മൾ പറഞ്ഞു. വ മുസാലും ബിഹി, ഏതൊന്നുകൊണ്ടാണോ നജസ് പോക്കുന്നത് അത്. വ അമ്മൽ മുസാലു ബിഹി, ഏതൊന്നുകൊണ്ടാണോ നജസ് പോക്കുന്നത് അത് എന്ന് പറഞ്ഞാൽ നജസിനെ പോക്കണം ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ വസ്ത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ നജസ് ഏറ്റ സ്ഥലത്ത് നിന്ന്. അത് നമസ്കരിക്കുന്ന സ്ഥലമാകട്ടെ, ഇനി മറ്റു വല്ല സ്ഥലങ്ങളും ആകട്ടെ. എന്തുകൊണ്ട് നജസിനെ പോക്കും
അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ അമ്മൽ മുസാലു ബിഹി എന്ന് പറഞ്ഞ് തുടർന്ന് പറയുന്നത്. അൽ മുസാലു ബിഹി ഫൽമാ ഉ തഹൂർ, അത് തഹൂറായ വെള്ളമാകുന്നു. തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വന്തം നിലക്ക് ശുദ്ധവും മറ്റൊന്നിനെ ശുദ്ധമാക്കുവാൻ പ്രാപ്തവുമായ വെള്ളം. അൽമാ ഉ തഹൂർ നമ്മളത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അൽമാ ഉ തഹൂർ, അൽമാ ഉ താഹിർ, അൽമാ ഉ നജീസ്, ഇതൊക്കെ. അപ്പോൾ ഇവിടെ അൽ മുസാലു ബിഹി ഏതെന്നുകൊണ്ടാണോ നജസ് നീക്കേണ്ടത് അതിനുള്ള അല്ലെങ്കിൽ പ്രസ്തുത ദ്രവ്യം അതൊന്ന് ഫൽമാ ഉ തഹൂർ, തഹൂറായ വെള്ളമാകുന്നു. പിന്നെ വമഅത്തുറാബി ഫിൽ കൽബി വൽ ഖിൻസീരി, വമഅത്തുറാബ് തുറാബോട് കൂടി, ഫിൽ കൽബി നായയുടെ നജസിലും, വൽ ഖിൻസീരി പന്നിയുടെ നജസിലും. ഇവിടെ വമഅത്തുറാബ് എന്ന് പറഞ്ഞാൽ തുറാബോട് കൂടി അൽമാ ഉ തഹൂർ വേണം, മാ ഉ തഹൂറിനോടൊപ്പം തുറാബ് തുറാബും വേണം. അതിവിടെ ഫിൽ കൽബി നായയുടെയും വൽ ഖിൻസീർ പന്നിയുടെയും നജസ് ശുദ്ധിയാകുന്ന വിഷയത്തിൽ നായയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ നായ അതിൻ്റെ ലുആബ് കേലയാണ്, അല്ലെങ്കിൽ നായയുടെ നാവിൽ നിന്ന് ഒഴിച്ചിറങ്ങുന്ന ദ്രവമാണ് നജസ്. പ്രസ്തുത നജസ് അതേറ്റാൽ കഴുകേണ്ടത് എങ്ങനെയാണ്? അത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇദാ വലഅൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ നായ, ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും, പാത്രത്തിൽ നിങ്ങൾ നായ തലയിട്ടാൽ നാവിട്ടിളക്കിയാൽ ആ പാത്രത്തിൽ വല്ലതുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫല്യുഹ്രിഖുഹു, അതിനെ ചിന്തിക്കളയട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അതിനെ ശുദ്ധീകരിക്കാൻ പറഞ്ഞു. അതിൽ അയ്യഗ്സിലഹു സബ്അ മർറാത്ത് ഊലാഹുന്ന ബിത്തുറാബ്, 7 തവണ ആ പാത്രം കഴുകണം, അതിൽ 1 മണ്ണുകൊണ്ടാകണം എന്ന് പറഞ്ഞു. ഇദാ ശരിബൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിലൊരു കൂട്ടരുടെ പാത്രത്തിൽ നായ കുടിച്ചാൽ ഫല്യഗ്സിൽഹു സബ്അൻ, 7 തവണ അവൻ ഇതിനെ കഴുകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 7 തവണ അത് മണ്ണുകൊണ്ടാകണമെന്ന് പറഞ്ഞു. ഊലാഹുന്ന ഉഖ്റാഹുന്ന എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം. ഒന്നാമത്തേത് മണ്ണുകൊണ്ടാകണം, അല്ലെങ്കിൽ ഒടുക്കത്തേത് മണ്ണുകൊണ്ടാകണം എന്നൊക്കെ ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം. എന്തായാലും വെള്ളവും മണ്ണും ഉപയോഗിച്ചാണ് നായയുടെ വിഷയത്തിൽ അതിൻ്റെ നജസ് കഴുകേണ്ടത്. നായയുടെ നജസ് അതിൻ്റെ നാവിൽ നിന്ന് വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കേലയിലാണ്, ദ്രവത്തിലാണ് ഉള്ളത്, അടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഗ്രന്ഥകാരൻ വൽ ഖിൻസീർ പന്നിയുടേതും എന്ന് പറഞ്ഞു. അപ്പോൾ വിഷയം ഗ്രന്ഥകാരൻ നായയുടെ നജസിൻ്റെ അതേപോലെയാണ് പന്നിയുടെ നജസിൻ്റെയും വിഷയം എണ്ണിയിട്ടുള്ളത്. നായയുടെ കേലയിലാണ് നജസ്സുള്ളത്, പന്നിയുടെ കേലയിൽ മാത്രമല്ല നജസ്സുള്ളത്. അല്ലെങ്കിൽ നായയുടെ കേലയിൽ വായിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ദ്രവത്തിൽ ശുദ്ധി വരുത്തുന്നത് പോലെയല്ല പന്നിയുടെ വിഷയത്തിൽ ശുദ്ധി വരുത്തേണ്ടത്. പന്നി കടുത്ത നജസാണ്. ആ വസ്തു ആസകലം ഐനുൻ നജസാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാഷ്ടവും മൂത്രവുമൊക്കെ എപ്രകാരമാണോ നജസ് അപ്രകാരമാണ് പന്നിയുടെ നജാസത്ത്, അതിൽ നിന്ന് ശുദ്ധി വരുത്തേണ്ടതും. ഗ്രന്ഥകാരൻ വൽ അഹ്ജാറു ഫിൽ ഇസ്തിജ്മാറി ഖാസത്തൻ, വൽ അഹ്ജാറു കല്ലുകളും എന്താണ്? വൽ അൽ മുസാലു ബിഹി നജസ് പോക്കുവാൻ നീക്കുവാനുള്ള ദ്രവ്യമാണ്. അതെവിടെ കല്ലുകൾ? ഫിൽ ഇസ്തിജ്മാരി ഖാസത്തൻ, ഇസ്തിജ്മാറിൽ വിശേഷിച്ചും. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം വെള്ളം കൊണ്ടല്ലാതെ വെടുപ്പാക്കലും ശുദ്ധി വരുത്തലുമാണ്. വെള്ളം കൊണ്ട് മലമൂത്ര വിസർജനം വെടുപ്പാക്കുന്നതിന് അൽ ഇസ്തിൻജ എന്ന് പറയും. ഇസ്തിൻജ കല്ല് അല്ലെങ്കിൽ അതുപോലുള്ള ഖരവസ്തുക്കൾ, നജസിനെ വലിച്ചെടുക്കുന്ന ഖരവസ്തുക്കൾ, അതുകൊണ്ടാണ് ശൗചം ചെയ്യുന്നതെങ്കിൽ, നജസിനെ വൃത്തിയാക്കുന്നത് എങ്കിൽ, മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്നത് എങ്കിൽ അതിനാണ് അൽ ഇസ്തിജ്മാർ എന്ന് പറയുക. ഇവിടെ ഗ്രന്ഥകാരൻ വൽ അഹ്ജാറു കല്ലുകളും അൽ മുസാലു ബിഹി നജസ് നീക്കുവാനും പോക്കുവാനുമുള്ള ദ്രവ്യമാണ്. അതെവിടെ? ഫിൽ ഇസ്തിജ്മാരി ഖാസത്തൻ, ഇസ്തിജ്മാറിൽ മലമൂത്ര വിസർജനം നജസിനെ വലിച്ചെടുക്കുന്ന ഖരവസ്തുക്കൾ കൊണ്ടാണ് എങ്കിൽ ആ വിഷയത്തിൽ വിശേഷിച്ച് പ്രത്യേകിച്ച് എന്നാണ് പറയുന്നത്.
കല്ല് മാത്രമല്ല, നജസിനെ വലിച്ചെടുക്കുന്ന ഏതൊരു ദ്രവ്യവും, അതിന് ടിഷ്യൂ പേപ്പർ ആവട്ടെ മറ്റേതൊരു ദ്രവ്യമാകട്ടെ, അതുകൊണ്ടും ഇസ്തിജ്മാർ ആകാവുന്നതാണ്. പക്ഷേ നജസിനെ വലിച്ചെടുക്കുക, നജസിനെ പോക്കി നജസിൻ്റെ അടയാളം, അത് മണമാകട്ടെ അതിൻ്റെ നിറമാകട്ടെ നജസാകുന്ന വസ്തുവാകട്ടെ, അത് മുഴുവൻ പോക്കുന്ന അതിന് പര്യാപ്തമായ വസ്തുവാവുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇവിടെ ഗ്രന്ഥകാരൻ അൽ മുസാലു ബിഹി, നജസ് പോക്കുവാനുള്ള ദ്രവ്യത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ കേട്ടത്. അതിൽ അൽ മാഉ തഹൂറും പിന്നെ മഅത്തുറാബ് മണ്ണുപയോഗിച്ച് ശുദ്ധി വരുത്തേണ്ട വിഷയവും പിന്നെ ഇസ്തിജ്മാറിൽ ഹജർ കല്ലുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ നജസിനെ ഇസാലത്ത് ചെയ്യുന്ന രീതിയും വസ്തുക്കളും വേറെയുമുണ്ട്. ആ വിഷയത്തിൽ ചില മസാലകളുമുണ്ട്. അല്ലാമ മുഹമ്മദ് ബിൻ അലി അഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അസൈലുൽ ജറാർ അൽ മുതദഫിഖു ഫി ഹദായിഖിൽ അസ്ഹാർ, അൽ മുതദഫിഖു അല ഹദായിഖിൽ അസ്ഹാർ എന്ന് പറയുന്ന രചനയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: വൽ വാജിബു ഇത്തിബാഉ ദലീൽ ഫി ഇസാലത്തി ഐനിൻ നജാസ, നജാസത്തിനെ പോക്കുന്നതിൽ നീക്കുന്നതിൽ ദലീൽ തെളിവ് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് നിർബന്ധമായത്. ഫമ വറദ ഫീഹിൽ ഗസ്ലു ഹത്താ ലാ യബ്ഖാ മിൻഹു ലൗനുൻ വലാ റീഹുൻ വലാ തഅമുൻ, നജസിൻ്റെ മണമോ നിറമോ ഗുണമോ ശേഷിക്കാത്ത വിധം കഴുകൽ വന്നത് കാനദാലിക ഹുവ തത്ഹീറുഹു, കഴുകിക്കൊണ്ടാണത് ശുദ്ധി വരുത്തേണ്ടത്. വമ വറദ ഫീഹി സബ്ബു, എന്നാൽ വെള്ളം ചൊരിയാൻ വേണ്ടി വന്നതുണ്ട്. അവിർ റഷു വെള്ളം കുടയാൻ പറഞ്ഞതുണ്ട്. അവിൽ ഹത്തു അല്ലെങ്കിൽ ചുരണ്ടാൻ പറഞ്ഞതുണ്ട്. അവിൽ മസ്ഹു അലൽ അർദ് അല്ലെങ്കിൽ ഭൂമിയിൽ ഒരക്കാൻ പറഞ്ഞതുണ്ട്. ഔ മുജറദുൽ മശീ ഫി അർദിൻ താഹിറ, അല്ലെങ്കിൽ ശുദ്ധമായ സ്ഥലത്തിലൂടെ കേവലം നടക്കാൻ പറഞ്ഞതുണ്ട്. കാനദാലിക ഹുവ തത്ഹീറുഹു, അപ്പോൾ അതായിരിക്കും അതിനെ ശുദ്ധി വരുത്തൽ. ഇപ്പം ആറാബി ദുൽഖുവൈസർ അൽ യമാനി പള്ളിയിൽ മൂത്രവിസർജനം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ വെള്ളം ഒഴിക്കാനാണ് പറഞ്ഞത്. കുട്ടിയുടെ മൂത്രത്തിൽ, ആൺകുട്ടിയുടെ മൂത്രത്തിൽ വെള്ളം കുടയാനാണ് പറഞ്ഞത്. അതേപോലെ പാദരക്ഷയിൽ നജസായിട്ടുണ്ട് എങ്കിൽ അതിട്ട് മണ്ണിലൂടെ നടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നജസിനെ പോക്കുന്ന പ്രക്രിയ അത് പല നിലക്കുണ്ട്. അതാണ് ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയുന്നത്. വഖദ് സബത ഫി സുന്നതി അന്ന അലല്ലദി യുസീബുൽ ഖദറു യുതഹറു ബിൽ മസ്ഹ്. അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മാലിന്യം നജസ് ഏൽക്കുന്ന ചെരുപ്പ് അത് ഒരതൽ കൊണ്ട് ശുദ്ധമാക്കപ്പെടും എന്ന് സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. വഹുവ മിനൽ മുഗല്ലദി ഇസ്തിലാഹൻ, ഈ ചെരുപ്പിലേൽക്കുന്ന ഖദർ നജസ് അത് മുഗല്ലദത്തായിട്ടുള്ള നജസാണ്. കാഷ്ടം മുഗല്ലദത്താണ്, കടുത്ത നജസാണ്. അല്പം പോലും അത് ഉണ്ടായാൽ അത് ഉള്ള വ്യക്തി ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തുള്ള വ്യക്തിയുടെ നിസ്കാരം ശരിയാവില്ല. അതുകൊണ്ടാണ് അത് മുഗല്ലദത്തായ നജസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ശുദ്ധിയാക്കാൻ അത് മണ്ണിൽ വരച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഞാനിത് ഷൗക്കാനിയെ ഉദ്ധരിച്ച് ഭാഗം കേൾപ്പിച്ചത് നജസിനെ ശുദ്ധീകരിക്കുന്നതിൽ ഒരു തത്വമാണിത്. അൽ വാജിബു ഇത്തിബാഉ ദലീൽ ഫി ഇസാലത്തി ഐനിൻ നജാസ, നജസിനെ പോക്കുന്നതിൽ, നജസാകുന്ന വസ്തു അത് പോക്കുന്നതിൽ, അതിനെ പോക്കുന്നതിൽ തെളിവുകളെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് അനിവാര്യമായത്. കാരണം തെളിവുകളിൽ പല നിലക്കുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ പല നിലക്കുള്ള രീതികൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫീഹി റിജാലി യുഹിബ്ബൂന അൻ യതതഹറു. ഈ ആയത്ത് ഖുബാ നിവാസികളുടെ വിഷയത്തിൽ അവതീർണമായതാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നസലത്ത് ഹാദിഹിൽ ആയ ഫി അഹ്ലി ഖുബാ നിവാസികളുടെ വിഷയത്തിലാണ് ഫീഹി റിജാലി യുഹിബ്ബൂന അൻ യതതഹറു എന്ന ആയത്ത് ഇറങ്ങിയത്. കാനു യസ്തൻജൗന ബിൽമാ, അവർ വെള്ളം കൊണ്ട് ഇസ്തിൻജ നടത്തുമായിരുന്നു, ശൗചം ചെയ്യുമായിരുന്നു. ഫനസലത്ത് ഫിഹിം അതിലായ, അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ ഈ ആയത്തിറങ്ങി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറജ ലി ഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യ നിർവഹണത്തിന് പുറപ്പെട്ടാൽ അജീഉ അന വ ഗുലാമുൻ മഅന ഇദാവ, ഞാനും ഞങ്ങളുടെ കൂടെ ഒരു വൃത്യനും എന്തു ചെയ്യും, ഒരു തോൽ സഞ്ചി, ഇദാവത മിനൽ മ, വെള്ളമുള്ള തോൽ പാത്രം
അതുമായി വരും. യസ്തൻജി ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടായിരുന്നു ശൗചം ചെയ്തിരുന്നത്. അതേപോലെ ഇതിപ്പോൾ വെള്ളം, കല്ല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ലാ യസ്തൻജി അഹദുക്കും ബിദൂനി സലാസത്തി അഹ്ജാർ, 3-ൽ കുറഞ്ഞ കല്ലുകൾ കൊണ്ട് നിങ്ങളിൽ ഒരാളും നജസ് വൃത്തിയാക്കരുത്, ശൗചം ചെയ്യരുത് എന്ന് പറഞ്ഞു. മലമൂത്ര വിസർജനം വെടുപ്പാക്കരുത് എന്ന് പറഞ്ഞു. ആയിഷ ഉമ്മുൽ മുഅ്മിനീനിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഇദാ ദഹബ അഹദുക്കും ഇലൽ ഗായത്ത്, നിങ്ങൾ ഒരാൾ മലവിസർജനം നിർവഹിക്കാൻ പോയാൽ ഫൽയസ്തത്തിബ്ബ ബിസലാസത്തി അഹ്ജാർ, 3 കല്ലുകൾ കൊണ്ട് അവൻ വെടുപ്പാക്കട്ടെ. ഫഇന്നഹാ തുജ്സിഉ അൻഹു, കാരണം ആ 3 കല്ലുകൾ അവന് വെടുപ്പാക്കാൻ മതിയാകും. ഇനിയിപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ വൽ അഹ്ജാറു ഫിൽ ഇസ്തിജ്മാരി ഖാസത്തൻ എന്ന് പറഞ്ഞു. കല്ലുകൾ അതാണ് ഇസ്തിജ്മാറിന് പ്രത്യേകം വെടുപ്പാക്കാൻ ഉപയുക്തമായത് എന്ന് പറഞ്ഞ്. എന്നാൽ നജസിനെ വലിച്ചെടുക്കുന്ന, നജസിനെ പോക്കുന്ന, അതിൻ്റെ മണമോ നിറമോ ഗുണമോ പോക്കുന്ന കല്ലല്ലാത്ത പേപ്പർ പോലുള്ള മറ്റു ദ്രവ്യങ്ങളും മതിയാകും എന്നതിനെ അറിയിക്കുന്ന തെളിവ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഇത്തബഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നു. വഖറജ ലിഹാജതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെട്ടു. ആ സമയം ഫകാന ലാ യൽതഫിത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല. ഫദനൗതു മിൻഹു, നബിയോട് ഞാൻ അടുത്തപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്ഗിനി അഹ്ജാറൻ അസ്തൻഫിദു ബിഹാ, എനിക്ക് അന്വേഷിക്കൂ, ഞാനതുകൊണ്ട് ശൗചം ചെയ്യട്ടെ, വൃത്തിയാക്കട്ടെ. വലാ തഅ്തിനി ബിഅദ്മിൻ വലാ റൗസിൻ, എല്ലോ ചാണകമോ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വലാ തഅ്തിനി ബിഅദ്മിൻ വലാ റൗസിൻ എന്ന് പറഞ്ഞപ്പോൾ റൗസ് കൊണ്ടും അദ്മ് കൊണ്ടും വെടുപ്പാക്കാൻ പാടുള്ളതല്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം അവ രണ്ടുമല്ലാത്തത് കൊണ്ട് ശൗചം ചെയ്യൽ അനുവദനീയമാണ് എന്ന്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഹാദ കമാ അന്നഹു ലമ്മാ അമറ ബിൽ ഇസ്തിൻജാഇ ബിൽ അഹ്ജാർ ലം യഖ്തസൽ ഹജർ ഇല്ല ലിഅന്നഹു കാനൽ മൗജൂദ് ഗാലിബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജറുകൾ കൊണ്ട്, കല്ലുകൾ കൊണ്ട് ഇസ്തിൻജാഇന് കൽപ്പിച്ചത് അത് കല്ലിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലിനെ എണ്ണിയത് അതായിരുന്നു കൂടുതൽ ലഭ്യമായിരുന്നത് എന്നതിനാലാണ്. ലാലി അന്നൽ ഇസ്തിജ്മാർ ബിഗൈരിഹി ലാ യജൂസ്, കല്ലല്ലാത്തത് കൊണ്ട് ഇസ്തിജ്മാർ അനുവദനീയമല്ല എന്ന നിലക്കല്ല. ബലി സവാബു ഖൗലുൽ ജുംഹൂർ ഫി ജവാസി ഇസ്തിജ്മാർ ബിഗൈരിഹി, കല്ലല്ലാത്തത് കൊണ്ടും ഇസ്തിജ്മാർ അനുവദനീയമാണ് എന്ന ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ശരിയായത്. കമാ ഹുവ അദ്ഹറു റിവായത്തൈനി അൻ അഹ്മദ, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് 2 റിപ്പോർട്ടുകളിൽ ഏറ്റവും ബാഹിറായ അഭിപ്രായം അതാകുന്നു. ലിനഹിഹി അനിൽ ഇസ്തിജ്മാരി ബിർറൗസി വരിമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗസ് കൊണ്ടും അതേപോലെ റിമ്മത്ത് കൊണ്ടും ശുദ്ധി വരുത്തുന്നതിനെ, നജസ് പോക്കുന്നതിനെ വിരോധിച്ചത് കാരണത്താൽ. റിമ്മ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഈ നുരുമ്പ് എല്ലിനാണ് പറയുക. അപ്പോൾ ഈ 2 വസ്തുക്കൾ കൊണ്ടും നജസിനെ വെടുപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് ജിന്ന് വർഗത്തിൻ്റെ ഭക്ഷണമാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവ രണ്ടും പ്രത്യേകം ഒരു കാരണത്താലാണ് നജസ് വൃത്തിയാക്കാൻ പാടില്ല, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്. അത് ജിന്ന് വർഗത്തിൻ്റെ ഭക്ഷണം എന്ന നിലക്ക്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, ഫലമ്മ നുഹിയാൻ ആദൈനി തഅലീലൻ ബിഹാദിഹിൽ ഇല്ല, റൗസും റിമ്മയും ചാണകവും അതേപോലെ എല്ലും അതുകൊണ്ട് നജസ് വൃത്തിയാക്കാൻ പാടില്ല എന്നുള്ളതിന് ഈ കാരണം പറഞ്ഞതിനാൽ ഉലിമ മനസ്സിലാക്കപ്പെടും അന്നൽ ഹുക്മ ലൈസ മുഖ്തസം ബിൽ ഹജർ, നജസ് വൃത്തിയാക്കുവാൻ കല്ല് പ്രത്യേകമല്ല എന്ന ഹുക്കും. ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ വൽ അഹ്ജാറു ഫിൽ ഇസ്തിജ്മാരി ഖാസത്തൻ എന്ന് പറഞ്ഞപ്പോൾ, ഇസ്തിജ്മാറിന് കല്ല് പ്രത്യേകം എന്ന് പറഞ്ഞപ്പോൾ അത് കല്ലിൽ പരിമിതമല്ല എന്ന പണ്ഡിതന്മാരുടെ വീക്ഷണം അത് ഉണർത്തിയെന്ന് മാത്രം. നജസ് നീങ്ങുക, പോക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ചെരുപ്പ് അതിൽ നജസായാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇത് അവത്തി അഹദുക്കും ബിന അലൈഹി അദൻ ഫഇന്ന തുറാബ ലഹു തഹൂറുൻ, നിങ്ങളൊരാൾ ചെരുപ്പ് കൊണ്ട് നജസിൽ ചവിട്ടിയാൽ ഫഇന്ന തുറാബ ലഹു തഹൂറുൻ, അതിനെ ശുദ്ധിയാക്കാൻ ഉള്ള ദ്രവ്യമാണ് മണ്ണ്. ഇതാവത്തി അൽ അദാ ബി ഖുഫൈഹി, ഒരാൾ തൻ്റെ പാദരക്ഷകൾ കൊണ്ട് നജസിൽ ചവിട്ടിയാൽ
ഫതഹൂറുഹുമ അത്തുറാബ്, ഈ പാദരക്ഷകളെ ശുദ്ധി വരുത്തുവാനുള്ള ദ്രവ്യം അത് മണ്ണാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ചിലതിൽ ഗ്രന്ഥകാരൻ പരിമിതപ്പെട്ടു നജസിനെ പോക്കുന്ന വിഷയത്തിൽ. അതിൽ പരിമിതമല്ല. നമ്മൾ പറഞ്ഞതുപോലെ ദലീൽ, തെളിവ് ഏതൊന്ന് നജസിനെ ശുദ്ധീകരിക്കാൻ പ്രാപ്തമാണോ അല്ലെങ്കിൽ തെളിവ് അറിയിക്കുന്നു അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് കരണീയമായത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഋതുരക്തം വൃത്തിയാക്കുന്ന വിഷയത്തിൽ, ഋതുരക്തം നമുക്കറിയാം ദമുൽ ഹൈദ്, അതെന്താണ്? നജസാണ്. അതിനെ വൃത്തിയാക്കുന്ന വിഷയത്തിൽ പറഞ്ഞു, ഹുക്കീഹി ബിദുൽഇൻ വഗ്സിലിഹി ബിമാഇൻ വസിദർ. ഹുക്കീഹി ബിദുൽഇൻ, ഋതുരക്തത്തെ ഒരു കോലുകൊണ്ട് നീക്കാൻ, ചുരണ്ടി നീക്കാൻ അല്ലെങ്കിൽ ഉരച്ച് നീക്കാൻ പറഞ്ഞു, കോലുകൊണ്ട് ഋതുരക്തം. എന്നിട്ട് വഗ്സിലിഹി ബിമാഇൻ വസിദർ, വെള്ളവും താളിയും ഉപയോഗിച്ച് കഴുകാൻ പറഞ്ഞു. അതേപോലെ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അവർ പറയാണ്, സമീഅതു ഇംറഅതൻ തസ്അലു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒരു സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു, അൻ സൗബിഹ, അവരുടെ വസ്ത്രത്തെക്കുറിച്ച്. ഇദാ തഹുറത് മിൻ ഹൈദിഹ, ഋതുരക്തത്തിൽ നിന്ന് അവർ ശുദ്ധിയായാൽ, കൈഫ തസ്നഉ ബിഹി, ഈ ഋതുരക്തമേറ്റ വസ്ത്രം എന്ത് ചെയ്യും, അതിനെ എങ്ങനെ ശുദ്ധിയാക്കുമെന്നർത്ഥത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇൻ റഅയ്തി ഫീഹി ദമൻ, നിങ്ങളുടെ ഡ്രസ്സിൽ ഈ ഋതുരക്തം, ആർത്തവരക്തം കണ്ടാൽ, ഫഹുക്കീഹി എന്നാണ്. അതിന് ഹുക്കീഹി പറഞ്ഞ മുമ്പത്തെ ഹദീസിൽ പറഞ്ഞില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഹുക്കീഹി ബിദുൽഇൻ, ഒരു കോലെടുത്തിട്ട് ഉരക്കാൻ പറഞ്ഞു എന്നറില്ലേ, അതാണ് ഫഹുക്കീഹി. സുമ്മ ഖ്രിസീഹി ബിമാഇൻ, പിന്നെ വെള്ളം കൊണ്ട് അത് ഉരക്കാൻ പറഞ്ഞു. സുമ്മ ദഹി ഫി സാഇരിഹി, പിന്നെ വസ്ത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ വെള്ളം കുടയാനും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഫസല്ലി ഫിഹി, നിങ്ങളതിൽ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. ഈ രക്തമേറ്റെടുത്ത് അതൊരു കോല് കൊണ്ട് ഉരച്ച്, പിന്നെ അവിടെ വെള്ളം ഉപയോഗിച്ച് ഉരച്ച്, പിന്നെ മറ്റു വസ്ത്രത്തിൽ ബ്ലഡായെടുത്ത് മാത്രം ഇങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ളിടത്ത് വെള്ളം കുടഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ളൊരു ഹദീസും അപ്രകാരം അറിയിക്കുന്നുണ്ട്. കാനത്തി ഇഹ്ദാന തഹീദ്, ഞങ്ങൾക്ക് ഋതുരക്തമുണ്ടായാൽ, സുമ്മ തഖ്റുസു ദമ മിൻ സൗബിഹ ഇൻദ തുഹ്രിഹ, ശുദ്ധിയാകുന്ന സമയത്ത് ബ്ലഡ് വസ്ത്രത്തിലേറ്റാൽ ഞങ്ങൾ അത് ഉരക്കുമായിരുന്നു. വതൻദഹു അലാ സാഇരിഹി, ബ്ലഡ് ഏൽക്കാത്തയിടത്ത് ഞങ്ങൾ വെള്ളം കുടയുമായിരുന്നു. സുമ്മ തുസല്ലി ഫി, എന്നിട്ട് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ നജസ് വൃത്തിയാക്കുന്നതിനുള്ള വിവിധ രീതികളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഖൗല ബിൻത് യസാറിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഖൗല ബിൻത് യസാർ തിരുസവിധത്തിലെത്തി. എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു ലൈസ ലി ഇല്ലാ സൗബുൻ വാഹിദ്, തിരുദൂതരെ എനിക്കൊരു ഡ്രസ്സ് മാത്രമാണുള്ളത്, ഒരു വസ്ത്രം മാത്രമാണുള്ളത്. വ അന അഹീദു ഫീഹി, ആ വസ്ത്രം ഞാൻ ധരിച്ചിരിക്കെ എനിക്ക് ഋതുരക്തമുണ്ടാകും. ഫകൈഫ അസ്നഉ, ഞാൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ തഹുർതി ഫഗ്സിലിഹി സുമ്മ സല്ലി ഫീഹി, നിങ്ങൾ ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് നിങ്ങൾ കഴുകുക, എന്നിട്ട് അതിൽ നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട്, ഖൗല ബിൻത് യസാറിനോട് പറയുകയുണ്ടായി. അതേപോലെ ഇതുപോലത്തെ വിഷയങ്ങൾ പലതും ഇപ്പം നമ്മൾ നജസിനെ ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ മുമ്പ് സംസാരിച്ചിട്ടുമുണ്ട്. ബൗലുൽ ഗുലാമി യുംദഹ്, ആൺകുട്ടിയുടെ മൂത്രമാണിയെങ്കിൽ വെള്ളം കുടയപ്പെടണം. അതേപോലെ വബൗലുൽ ജാരിയത്തി യുഗ്സൽ, പെൺകുട്ടിയുടേതാണ് എങ്കിൽ അത് കഴുകപ്പെടണം എന്ന് പറഞ്ഞു. അത് മുലപ്പാൽ മാത്രം കുടിച്ചുള്ള പോഷണം സ്വീകരിച്ച കുട്ടികളാണ് എങ്കിൽ. ഇതേപോലെ വെള്ളം ചൊരിഞ്ഞ് നജസ് പോക്കുന്ന വിഷയം നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആറാബി ദുൽഖുവൈസർ അൽ യമാനിയുടെ വിഷയം നമ്മൾ കേട്ടല്ലോ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വ അഹ്രീഖു അലാ മക്കാനിഹി മാഅൻ എന്നാണ്, വെള്ളം ആ സ്ഥാനത്ത് ഒഴിക്കാനാണ് പറയുകയുണ്ടായത്. അതേപോലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ അഗ്രഭാഗത്ത് നജസായിട്ടുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് ഒരു മഹദി ചോദിച്ചു, നിമ്രഅത്തുൻ ഉതീലു ദൈലി വ അംശി ഫിൽ മക്കാനിൽ ഖദിർ, ഞാൻ എൻ്റെ മൂടുപടം അത് നിലത്തേക്ക് നീട്ടിയിടുന്ന സ്ത്രീയാണ്, മാലിന്യമുള്ള സ്ഥലത്തിലൂടെ ഞാൻ നടക്കും. അപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യുതഹിറുഹു മാ ബഅദഹു, നജസ് ഏറ്റിട്ടുണ്ട് എങ്കിൽ പിന്നീടുള്ള നടത്തം അതിൽ ഈ വസ്ത്രം മണ്ണിൽ അല്ലെങ്കിൽ മണലിൽ നടക്കും. അപ്പം എന്ത് ചെയ്യും, അതതിനെ ശുദ്ധിയാക്കും എന്ന് പറയുകയുണ്ടായി.
ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരിയായ ഒരു മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ലനാ ത്വരീഖൻ ഇലൽ മസ്ജിദി മുൻതിന, ഞങ്ങൾക്ക് പള്ളിയിലേക്കുള്ള വഴി അല്പം മലിനമായ ഒരു സ്ഥലമാണ്. ഫകൈഫ നഫ്അലു ഇദാ മുതിർന, ഞങ്ങൾക്ക് മഴ ലഭിച്ചാൽ ഞങ്ങൾ എങ്ങനെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതായത് ഇന്നലന ത്വരീഖൻ ഇലൽ മസ്ജിദി മുൻതിന, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരി എന്ന് പറഞ്ഞെങ്കിൽ ഇവർ മദീനക്കാരാണ്. വിശുദ്ധ മദീനയിൽ അവർ പള്ളിയിലേക്കുള്ള വഴി അത് അല്പം ദുർഗന്ധം വമിക്കുന്നതാണ്. അപ്പോൾ മഴ പെയ്തിട്ടില്ലെങ്കിൽ മണ്ണ് നനയും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അലൈസ ബഅദഹ തരീഖുൻ ഹിയ അത്യബു മിൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയോട് ചോദിച്ചത്, ആ വഴിക്ക് ശേഷം അതിനേക്കാൾ ശുദ്ധമായ വഴിയില്ലേ, അതായത് ഈ ഏരിയ കഴിഞ്ഞാൽ പിന്നെ നല്ല മണ്ണുള്ള നല്ല ദുർഗന്ധമില്ലാത്ത ഏരിയ ഇല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ ഖാലത്ത്, ആ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരി പറഞ്ഞു, ബല, ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഹാദിഹി ബിഹാദിഹി, ഫഹാദിഹി ബിഹാദിഹി. എന്താ ഹാദിഹി ബിഹാദി എന്ന് പറഞ്ഞാൽ ആ വഴിയിൽ വെച്ച് നജസ്സായിട്ടുണ്ടെങ്കിൽ നജസ് ഇല്ലാത്ത വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള മണ്ണും മണലും ഒക്കെ എന്ത് ചെയ്യും, ഈ നജസിനെ പോക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ നജസ് പോക്കുന്ന വിഷയത്തിൽ പിന്നെ ഗ്രന്ഥകാരൻ പറഞ്ഞ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രമല്ല എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം ഉണർത്തിയത്. അതേപോലെ ഇപ്പോൾ നമ്മൾ പിന്നെ ഈ ശവത്തിൻ്റെ തോല് അത് ഭക്ഷ്യയോഗ്യമായതാണ് എങ്കിൽ അത് ശുദ്ധീകരിക്കുന്ന വിഷയത്തിൽ ഇത് അദുബിഗൽ ഇഹാബ് ഫഖദ് തഹുർ, തോല് അത് ഊറയിട്ടാൽ ശുദ്ധിയാകും. അപ്പോൾ ഊറയിടൽ അത് ശുദ്ധീകരിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ കൊണ്ട് ഒക്കെ ഊറയിടലാകാം. കേവലം വെള്ളം മാത്രമല്ല, അത് വെള്ളവും കൊന്നയും വെള്ളയും പിന്നെ മറ്റു രാസവസ്തുക്കളൊക്കെ അതിൽ ആകാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേപോലെ നജസ് വൃത്തിയാക്കുന്ന വിഷയത്തിൽ വേറെയും ധാരാളം തെളിവുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കേട്ടതുപോലെ ദലീൽ ആ വിഷയം എന്തറിയിക്കുന്നുവോ അതിനെ പിൻപറ്റുക എന്നുള്ളതാണ് അതിൽ കരണീയമായിട്ടുള്ളത് എന്നാണ്. ഏതായാലും നമ്മളിവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു, അമ്മൽ മുസാലു ബിഹി, ഏതൊന്നുകൊണ്ടാണോ നജസ് പോക്കപ്പെടുക നീക്കപ്പെടുക അത് ഫൽമാ ഉ തഹൂർ, തഹൂറായ വെള്ളമാണ്. വമഅ തുറാബി ഫിൽ കൽബി വൽ ഖിൻസീർ വൽ അഹ്ജാറു ബിൽ ഇസ്തിജ്മാരി ഖാസത്തൻ. ഇനി നമുക്ക് തുടർന്ന് ഗ്രന്ഥകാരൻ പറയുന്നത് വ അമ്മൽ മുസാലു അൻഹു, ആരെ തൊട്ടാണോ നജസ് പോക്കപ്പെടുന്നത്, ഏതൊന്നിൽ നിന്നാണോ നജസ് പോക്കപ്പെടുന്നത് ആ വിഷയമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നജസ് ഏതൊക്കെ, പിന്നെ നജസിനെ പോക്കുന്നവൻ, പോക്കുന്നത് ആര്, എന്ത്, പിന്നെ അൽ മുസാലുബിഹി, ഏതൊന്നുകൊണ്ടാണോ നജസ് പോക്കുന്നത് അക്കാര്യം, അതാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഇനി ആരിൽ നിന്നാണ്, ഏതിൽ നിന്നാണ് നജസിനെ പോക്കുക ആ വിഷയമാണ് ഗ്രന്ഥകാരൻ തുടർത്തി വാമൽ മുസാലു അൻഹു എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കാൻ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അവൻ്റെ ഈ ദീനിൽ ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.